ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായുള്ള ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ പേര് ഫൈൻഡിങ്. സിനിമ പേര് കണ്ടുപിടിക്കണം. അങ്ങനെ അപ്പോ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു സിനിമയുടെ പാട്ട് പാടും. ആ പാട്ട് ഏത് സിനിമയിലെയാണെന്നുള്ളത് പേര് പറയണം. പഴയ സിനിമയിലൊന്നും പാടല്ലേ? ഞാൻ എല്ലാത്തിലെയും പാടും. എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ പാടും. ഞാൻ പാട്ടുകാരനല്ല, ഇവളാണ് പാട്ടുകാരി. അപ്പം പാട്ടിനെ കുറിച്ച് കൂടുതൽ ഇവർക്ക് അറിയാവുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ചലഞ്ച്. അങ്ങനെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടാ ഞാൻ തോറ്റുപോയത്. മണ്ടപടികളെല്ലാം തോക്കും എപ്പോഴും. അപ്പോ അഥവാ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പേര് പറയാത്ത പക്ഷം ഇതുകൊണ്ട് നമ്മൾ ചെറിയൊരു സമ്മാനം ആ വ്യക്തിക്ക് കൊടുക്കും. പതുക്കൊന്നുമില്ലടാ, അത്രേ ഉള്ളൂ, ചെറിയൊരു തള്ളു, അത്രേ ഉള്ളൂ. ഇത് എന്തോ വൈരാഗ്യം മനസ്സിൽ കിടന്നിട്ട് പക പോക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഇതുപോലെ കൊടുക്കാലോ ഈ സമയത്ത്. കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ കേസും പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. കൊള്ളാലോ. അപ്പോ ചലഞ്ചിലേക്ക് നമുക്ക് കടക്കാം. ആരാദ്യം പറയും? എന്ത് പാട്ട്? എനിക്കറിയത്തില്ല. ഞാൻ പാട്ടെ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മഞ്ഞില വാലേട്ടൻ. ഓക്കെ, സിമ്പിൾ ഇട്ട് കൊടുത്തേ ആദ്യം. പോട്ടെ. ഇന്നും വെയിൽ നാളം വന്ന് കണ്ണിൽ തൊട്ടാലും ഇതെനിക്ക് അറിയാമായിരുന്നല്ലോ. ചുണ്ട് ജപമോടെ ഹരിനാമം പൂവണിയും തുമ്പ കൊണ്ടു തോണി തുമ്പ കൊണ്ടുരാന കണ്ണെഴുത്തിനെന്നും കാണാ കണ്ണാടി വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു കൈമണിക്കാറ്റ് ഇടനെഞ്ചിലെ തൊട്ടിലെ താരാട്ടുപാട്ട് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു വിടങ്ങാതെ ഒന്ന് കൂടെ. ഇതെനിക്കറിയാം. നാക്കിന് തുമ്പത്തിരിപ്പുണ്ട്. നിക്കേ സമയം തെറ്റ് പറഞ്ഞിട്ട് അടിച്ചത്. തെറ്റ് ഇത് പാട്ട് പാടുന്ന അത്രയും സമയം ഉണ്ടായിരുന്നു ആലോചിക്കാനേ. അറിയത്തില്ല. താന്നിരിക്കെ. സിനിമയിലെ പാട്ടാ? സോറി ചേ. സിനിമയിലെ പാട്ടാ? സിനിമയിലെ പാട്ടാ? അച്ഛന്റെ അമ്മ. അകലെ അകലെ നീലാകാശം. പറയട്ടെ? ആദ്യത്തെ കൺമണി. കാണിക്ക്. ഇപ്രാവശ്യമല്ല ഇവക്കാണല്ലോ കിട്ടുന്നത്. അയ്യോ, ഇത് പിടിച്ചോ, ചിലപ്പം പറഞ്ഞില്ലെങ്കിലോ. ഞാനല്ലേ ഇനി പാടണ്ടേ? കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. പറ. കൊച്ചു പൂമ്പൊടിയായ പൂമലര എന്നോമന കിന്നാരം. പറയിച്ച അങ്ങോട്ട്. ബാക്കി എനിക്ക് കൈവളകൾ കൊഞ്ചുമ്പോ ഒന്ന് വന്നു കൂട്ടിരുന്നു ഒന്ന് മിണ്ടിയില്ല. അത് നേരത്തെ പാടിയ പാട്ടല്ലേ? അത് പാടുന്നിട്ട് അവിടുന്ന്. ഇതിന്റെ ആദ്യം എങ്ങനെ? ഈ പാട്ടിന്റെ ആദ്യം എങ്ങനെ? കണ്ടു കണ്ടു കണ്ടില്ല. അയ്യോ പടത്തില്ല അല്ലേ? അത് ഞാൻ പറയാന്ന് പറഞ്ഞപ്പോ ഇച്ചാന് ഭയങ്കര ആലോചന. നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. മാരിവില്ലോ ഓ വർണ്ണമാല, രാധയ്ക്ക് കാതുകമാല, ഒന്നും കാണാതെത്തുന്നു മായ മായ പെണ്ണേ നീ ഒരു മായ. മറ്റേ പടമല്ലേ? പടത്തിന്റെ അങ്ങനെ കറന്നു വെച്ചു പൽക്കൂട നിറച്ചു വെച്ചു പാലായി തിങ്കളായി വർണ്ണമാല. പാട്ടിന്റെ വരികളൊന്നും എനിക്കറിയാൻ വാണിവിശ്വനാഥിന്റെയും മമ്മൂട്ടിയുടെയും പടം. ടിക് ടിക് 1, ടിക് ടിക് 2, ഈ പേര് മറന്നുപോയി. ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അല്ല, ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ഡേ.
ഉറപ്പാ, ചെക്ക് ചെയ്ത് നോക്കിയോ. വാണി വിശ്വനാഥും ഇന്ദ്രജയും കലാഭമണിയും സുകുമാരി കൊച്ചനനീഫ മമ്മൂട്ടി അതിനകത്തില്ല. മമ്മൂട്ടി ഉണ്ട് ഇല്ല, അതിനകത്ത് വിജയരാഘവനും ഖുഷ്ബു ഉള്ളത്. മമ്മൂട്ടി ഇല്ല. പടം തെറ്റിപ്പോയി. അപ്പൊ അടുത്തത് മറന്നു മറന്നു ഞാനല്ലേ ഇപ്പൊ എത്രയാണ്? 3 അല്ലേ? ഞാൻ 2 ജയിച്ചു. ഞാൻ 1 ജയിച്ചു. അടുത്തത് പൂവേ ഒരു മഴ മൊത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. കയ്യെത്തും ദൂരത്ത്. കറക്റ്റ്. ഇഷ്ടമാണടാ എനിക്കിഷ്ടമാണടാ. സ്വപ്നക്കൂട് ഇഷ്ടമല്ലടാ. ഞാനിപ്പോ ഇങ്ങനെ പാടി പറയട്ടെ. ഞാനാ പറയല്ലോ, പാടുമല്ലേ. പാട്ടറിയാം, പക്ഷെ സിനിമ പേരറിയത്തില്ല, കളി കിട്ടത്തില്ലേ. മഞ്ഞു മഞ്ചാടിപ്പൂപ്പും തോടിയും വെളിപ്പൂ വാളിപ്പൈക്കൽ തെൻകൂറുമ്പും ഒരു കുഞ്ഞാടി കുട്ടവും പൂമീനും പൊന്മാനും പൂങ്കുയിൽ പാടും പാട്ടും കുഞ്ഞു പ്രാവുകൾ മേഘം ഇളഞ്ഞിക്കാവും പ്രാവുകൾ ഫേവറേറ്റ് പാട്ടത്. തമിഴൊക്കെ പറയാ. ഇല്ല എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അയ്യോ, മലയാളത്തിൽ പാട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. എനിക്കറിയാം പടം. അമൃതും കേട്ട് തൊഴിലുണർന്നു പാട്ടല്ല പാടേണ്ട സിനിമ. നടന മണ്ഡപം തുറന്നു. കലാഭമണിയുടെ പാട്ട് KPC ലളിതയൊക്കെ ഉണ്ട്. അവൻ ഇങ്ങനെ ഭ്രാന്തനാന്നൊരു പടം. മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്. അയ്യോ, പാട്ടിന്റെ സിനിമയുടെ പേര് ചേനറിയോ? ഉറപ്പാന്നേ. ഇതെന്തോ കഴിച്ച് എനിക്ക് പാട്ടല്ല അറിയാം, പേര് കിട്ടുന്നില്ല. ഒരു ക്ലൂ തരുവോ? ഞാൻ ക്ലൂ തരാം. എനിക്ക് അറിയായിരുന്നു. എനിക്ക് പാട്ടറിയാം, പാടത്തിന്റെ വടക്കുന്നാഥൻ, മോഹൻലാലിന്റെ സിനിമ. മോഹൻലാലാണെങ്കില് അല്ല, പാടം തെറ്റി. അതേതാന്ന് ഓർത്തോണ്ട് വേറെയാ. ഇത് മോഹൻലാലിന്റെ പടത്തിലെ പാട്ടായത്. അല്ല. ബെറ്റുണ്ടോ? എത്ര ബെറ്റ് ഇതിൽ ഞാൻ ജയിക്കും. ഇതിൽ എത്ര ബെറ്റ്? 100 രൂപ. 500 ബെറ്റ്. 500 ബെറ്റ്. 500 ബെറ്റ്. 500 കൈ പിടിച്ച് വലിക്കടി. സോറി ഗൈസ്, അറിഞ്ഞോണ്ടല്ല. സോറി ഗൈസ്. അല്ല സോറി. 500 ബെറ്റ്. 500 എന്റെ ഇല്ല. ശരി, 100 എങ്കിൽ 100 ബെറ്റ്. ഫോൺ എടുത്തോണ്ടോ കൂട്ടുകാരെ? ഇപ്പൊ വരാം. ബ്രൈറ്റ്നെസ് കൂട്ടിയിട്. അതൊക്കെ കൂടുതലല്ലേ. നമ്മൾ ഇന്ന് ഇവക്കൊരു പണി കൊടുക്കും. അയ്യോ, അതായിരുന്നു കേട്ടോ. ഞാനത് പാട്ടല്ല. ഞാനത് പാട്ടാന്നറിയോ? 100 എവിടെ? 100 ഗൂഗിൾ പേ. ഞാനാ പാടിയത്. സിനിമ ഏതെന്ന് പറയേണ്ടത് ഞാനാണ്. പാട്ട് പാടാത്ത നീ എന്തിനു പറയുന്നു? ഞാനത് പാട്ടാന്നറിയോ? കണ്ടല്ലോ. 100 എന്തി ഗൂഗിൾ പേ. ഓക്കെ, നമുക്ക് കണ്ടറിയാലോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പാട്ടാന്നറിയോ? സമ്മാനം തരട്ടെ. ചുമ വരെ വന്ന അടിയില്. അടുത്തത് എനിക്ക് ഓരോന്നും തന്നപ്പോ ഭഗവാനൻ മനസ്സുന്ദര കളവന്തര ഭഗവാനൻ മനസ്സുന്ദര മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പേലി നിന്നെ ചാർത്താൻ ഉറങ്ങാതെ നിന്നോടൊന്നു ചേർന്നിരിക്കാം.
പാട്ടറിയത്തില്ലേ? പാട്ടല്ല സിനിമ അറിയത്തില്ലേ? എന്തോന്ന് ആലോചിക്കാന് എന്തോന്നല്ല പറയട്ടെ ഞാൻ സിനിമ പേര് കാണിക്ക് പേര്. ഞാൻ ഇനി അങ്ങോട്ട് പറയും, നീ കേക്കും. അടുത്തത് ഇതെന്നെ സിനിമ പേരൊന്നും കിട്ടുന്നില്ലാത്ത പാട്ട് അറിയാം, മറന്നു പോന്നു. കളിമണ്ണ. ഞാൻ പാടട്ടെ. എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാകൂല, വേറെ ഞാൻ നന്നാകൂല. ജീവിതം ഇത്രയും വൃത്തിയായിട്ട പാട്ടുകൾ ഞാൻ കേൾക്കാറുമില്ല, കാണാറുമില്ല. എനിക്കറിയില്ല. അറിയില്ല. ഒരു വടക്ക് എനിക്ക് അറിയാവുന്നൊരു പാട്ടുണ്ടായിരുന്നു. പാട്ട് സിനിമ പേര് വന്നു, പക്ഷെ പാട്ട് വരുന്നില്ല. പാട്ട് ഞാൻ പറയാൻ തരാം. എന്തിന്? അപ്പൊ നിനക്ക് സിനിമ പേര് പാട്ട് ഞാൻ പാടിക്കോളാം. അങ്ങനത്തെ ചായ കുടിച്ചിട്ട് വരാം. ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിലേറാൻ വാ, ഇന്ദ്രനീല തിരമാലകളിൽ നീരാടാൻ വാ. ഇത്ര എനിക്ക് അറിയുള്ളൂ. പടം കണ്ടിരിക്കും. ചന്ദമാമ. പാടത്തെ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഈ നേരം സ്നേഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ. ആകാശദൂത്. ഇങ്ങോട്ട് കാണിക്ക. എന്റെ അല്ല, പപ്പയുടെ സ്വന്തം അപ്പൂസിയാണ്. പപ്പയുടെ സ്വന്തം വലിയ ആകാശദൂത്. പാട്. പാട്ട് കിട്ടിയില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തോട് ഇല്ല കഴിഞ്ഞില്ല. എനിക്ക് പാട്ടില്ല, കിട്ടിയില്ല. അത് കുഴപ്പമില്ല, എനിക്ക് പാട്ടുണ്ട്. പറഞ്ഞേ. കുസുമവദന മോക സുന്ദര എൻ മദന ഗലിത ജയറാം, ഉർവശി, കുശനില വെച്ച് തുമ്പപ്പോ ചോറിട്ട് സാമ്പാർ ചമ്മന്തി. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ മാമോട്ടാൻ താരാട്ടാൻ തങ്ക. അല്ല, ജയറാം അങ്ങനത്തെ പാട്ടുകാരൻ. ഐ ഡോണ്ട് നോ. എനിക്ക് കിട്ടുന്നില്ല പറഞ്ഞു. നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗെയിം വൈൻഡപ്പ് ചെയ്തു. ഞാൻ ഗെയിമിന് ക്വിറ്റ് ചെയ്തു. എനിക്ക് കിട്ടാത്തവൻ പിന്നെ ക്വിറ്റ് ചെയ്യണ്ടേ? എനിക്കില്ലല്ലോ. എനിക്കില്ലല്ലോ. പിന്നെങ്ങനാ? എന്തത് എന്റെ കോട്ട കഴിഞ്ഞു, തീർന്നു. അപ്പൊ ഗെയിമിൽ ജയിച്ചത് ഞാനും, ഗെയിമിൽ തോറ്റത് ഇവളോ. എനിക്ക് പാട്ടില്ല, ഞാൻ അടി കുറച്ചേ കൊണ്ടുപോകും. നിനക്ക് പാട്ടുണ്ടെങ്കിൽ നീ അടി കൂടുതൽ കൊണ്ടുപോകും. അപ്പൊ പിന്നെ തോറ്റ തരാ. അല്ല, എനിക്ക് സീരിയസ്ലി എനിക്ക് പാട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറ. ഇതിന്റെ എനിക്ക് അറിയില്ലെന്ന് ഇവള് സമ്മതിക്കൂല. പാട്ട് പടം അറിയില്ല. അറിയില്ലെന്ന് അറിയില്ലെന്ന് പറയുമ്പോ പിന്നെ ആലോചിക്കാൻ പറഞ്ഞ പടം അറിയില്ലെന്ന്. കണ്ടിട്ട് പോലുള്ള പടമല്ല ഈ പടം. ഈ പടമല്ല, വേറെ ആലോചിക്കുക. ഇല്ലെന്ന് എന്റെ ഇതിന്റെ പേര് പറയട്ടെ. മധുചന്ദ്രലേഖ. എന്റെ ഇല്ല. അടുത്ത പാട്ട് ആലോചിക്കുക. അടുത്തത് ഇല്ലാന്ന്. ശരി, കിട്ടുന്നില്ല, അതുകൊണ്ടല്ലേ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ഗെയിം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിന് ജയിച്ചത് സൂപ്പർ സ്റ്റാർ ബിനോയും, തോറ്റത് ആമഡോറയും ആണ്. പുതിയ പേര് കണ്ടിട്ട് അതല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് പിടിക്കാം. വേറെന്തെങ്കിലും. ഞാനാണ് ഇടയ്ക്ക് കുടുംബം കലക്കിന്ന് വിളിക്കുന്നത് കേട്ടോ. കുടുംബം കലക്കി ഡോറയെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇനി എന്താ വിളിക്കണം? വേറെന്തെങ്കിലും പുതിയ പേരുണ്ടോ? കളിച്ചു, കളിച്ചു.
ചുമ്മാ ഇതൊക്കെ ഒരു തമാശക്ക് പറയുന്നില്ലേ. ക്യാമറ ഓഫ് ആക്കി കഴിയുമ്പോ തമാശ ഞാൻ തീർത്ത് തരാം കേട്ടോ. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ ഗെയിം അതിന്റെ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ എന്താ പറയുക, നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു ഫണ്ണായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല വിഷയങ്ങൾ ഞങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം ഞങ്ങൾ അങ്ങനെ കൊടുത്ത ഒരു ചെറിയ അറിവാണ് ഇല്ലേ അല്ലേ, നമ്മുടെ ചെറിയ ഷോർട്ട് ഫിലിം നമ്മൾ അങ്ങനെ കൊടുത്തൊരു അറിവാണ്. കുട്ടികളെയാണെങ്കിൽ സ്ത്രീകളെയാണെങ്കിൽ നല്ല നോക്കണം, കെയർ ചെയ്യണം. ഉള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ അത് പറ്റും. തന്നെ. അപ്പം മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പോകെ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക്, സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുമായി വീണ്ടും വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണുമ്പോഴേക്കും വണക്കം. ക്യാമറമാൻ സൂപ്പർ സ്റ്റാർ ബിനോയ്ക്കൊപ്പം ഒന്നിനും കൊള്ളാത്തോ അതത്രേ ഉള്ളൂ.